നമസ്കാരം. എല്ലാ മനഃപ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്ന വിഷയം കുട്ടിച്ചാത്തൻ അല്ലെ വിഷ്ണുമായ ചാത്തന്റെ അനുഗ്രഹം ജന്മനാ കൂടെയുള്ള കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ്. ഇവര് മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വിളിയേക്കും, എല്ലാ കാര്യങ്ങളും നടത്തുകയും ചെയ്യും. അതായത് ഭഗവാൻ വനത്തിലൂടെ മഹാദേവൻ പോയ സമയത്ത് പാർവതീദേവിയുടെ മറ്റൊരു സ്വരൂപമായിട്ടുള്ള കൂളിവാകിൽ മഹാദേവനുണ്ടായ പുത്രനാണ് വിഷ്ണുമായ ചാത്തൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനെ നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലങ്ങളെ തരും. അദ്ദേഹം സാത്വികമായിട്ട് വിഷ്ണുമായ ചാത്തനെ കുട്ടിച്ചാത്തനെ ഉപാസിക്കുന്നവരുമുണ്ട്. അധർമ്മമായിട്ട് ദുഷ്കർമ്മങ്ങളിലൂടെ ഭഗവാനെ ഉപാസിക്കുന്നവരും കണ്ടുവരാറുണ്ട്. നമ്മൾ ഭഗവാനെ സാത്വികമായി ഉപാസിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫലങ്ങളെ ഭഗവാൻ തരും. ഇത് അധർമ്മമായിട്ടുള്ള രീതിയിൽ ദുഷ്കർമ്മങ്ങളുടെ ഭഗവാനെ വിളിച്ചു കഴിയുമ്പോൾ ആ ഭഗവാൻ നമുക്ക് ഒരു അടി പറ്റുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഈ ഉപാസനാമൂർത്തി നമ്മുടെ ദാസന്മാരാക്കുമ്പോൾ, ദാസനായിട്ട് കണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കത് ദോഷമായിട്ട് വരും. നമുക്ക് ആദ്യം നമ്മൾ ഏതെങ്കിലും നല്ലൊരു ഉപാസനാമൂർത്തിയെ പിടിച്ചുകൊണ്ട് വേണം വിഷ്ണുമായ സ്വാമിയെ പിടിക്കാനായിട്ട്. ആ ഒരു കവളാചാര പ്രകാരമുള്ള കാര്യങ്ങൾ, കള്ളും ചാരായം ഒക്കെ വെച്ചുള്ള പൂജകളൊക്കെ ചെയ്യുമ്പോൾ അത് സാത്വികമല്ല, അത് കവളാചാരമായിട്ട് മാറും. ആ രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കും. നമുക്കൊരടി ഉണ്ടാവുമ്പോൾ പറഞ്ഞ പോലെ പഴയ കാലത്ത് ചിലർ പറയും നമുക്ക് വീടിന് കല്ലെറിയും, നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ മലം കൊണ്ടുവന്നിടും, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ പലരും പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പം സംഭവിച്ചു എന്ന് വരാം. അപ്പൊ എന്തായാലും നമുക്ക് ജന്മന ഈ വിഷ്ണുമായ ചാത്തന്റെ അല്ലെങ്കിൽ കുട്ടിച്ചാത്തന്റെ നമുക്ക് അനുഗ്രഹമുള്ള കുറച്ച് നക്ഷത്രക്കാരെ പറ്റി അവിടെ പറയാൻ പോകുന്നത്. ഇവർക്കൊരു പക്ഷെ അനുഗ്രഹം ഉണ്ടെന്ന് അറിയില്ലായിരിക്കും. പക്ഷെ നമ്മുടെ കഴിവ് നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്താ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ അല്ലെ. ഇപ്പൊ പലയിടത്തും ഈ വിഷ്ണുമായ സ്വാമിയുടെ പേരില് ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ പലയിടത്തും, ഒരു ജില്ലയായിട്ട് ഞാൻ പറഞ്ഞില്ല, പലയിടത്തും ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഭഗവാനെ വെറും കച്ചവടമാക്കിക്കുന്ന അവസ്ഥകൾ കാണാറുണ്ട്. നമ്മളെ ഗുരുവായൂരോ ചൊറ്റാനിക്കരോ ഇന്ന് കാണുന്ന കച്ചവടമുള്ള, അല്ലെങ്കിൽ ഒരു ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങൾക്ക് പരസ്യങ്ങൾ ആവശ്യമില്ല. പരസ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആളിനെ കൂട്ടുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ്. അതുപോലെ നമുക്ക് ഈ ഭഗവാന്മാരുടെ ഫോട്ടോകള്, ഭഗവാന്മാരുടെ ഉപാസനാ വിഗ്രഹങ്ങള്, ഭഗവാന്മാരുടെ രൂപങ്ങളുടെ ഒന്നും ചിത്രങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അപ്പൊ ദോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ ഉപാസന കാണില്ല. ഒന്നുകിൽ ഈ പറഞ്ഞ കവളാചാര പ്രകാരമുള്ള ഉപാസന ആയിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പടം വെച്ചിരിക്കുകയായിരിക്കാം. ചുമ്മാ രൂപം വെച്ചിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ ചാത്തനെ തരാന്ന് പറഞ്ഞുകൊണ്ട് പലരെയും പറ്റിക്കുന്നതായിട്ടൊക്കെ നമുക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരാളെ നമ്മൾ പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മളെ അല്ലെ നമ്മുടെ വരും തലമുറയെ തന്നെ നമുക്കത് സാരമായിട്ട് ബാധിച്ചു. ഒരു ദേവനെ ഒരിക്കലും നമ്മൾ കച്ചവട വസ്തു ആക്കാൻ പാടില്ല. പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, തൃശ്ശൂർ ഇന്നടത്ത് പോയി എൻ്റെ 5000 പോയി, 10000 പോയി, 20000 പോയി. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ജാതകത്തിൽ എല്ലാവർക്കും എല്ലാ ദേവതകളെ ഉപാസിക്കാം, പ്രാർത്ഥിക്കാം, നല്ലതാണ്. പക്ഷെ നമുക്ക് തിരിച്ചടിക്കാത്ത ശക്തികളെ നമുക്ക് ഉപാസിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഉപാസന വരുന്ന ശക്തികളെ നമ്മുടെ ജാതകം നോക്കി കണ്ടുപിടിക്കണം. ജാതകം നോക്കി കണ്ടുപിടിച്ച് ആ ഉപാസന ശക്തികളെ അല്ലെ ഉപാസന സ്വരൂപങ്ങളെ നമ്മൾ പ്രീതിപ്പെടുത്തിയാൽ എന്നെന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഒരു കാലത്തും നമുക്കൊരു അടി പറ്റിയാലും നമ്മളെ ഉപദ്രവിക്കത്തില്ല. നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ കൂടെ വന്ന് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന അവസ്ഥ ഉണ്ടാവും. നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്ക് ഒന്ന് നോക്കാം. ഒന്നാമത് അത്തം നക്ഷത്രമാണ്, രണ്ടാമത് പുണർദം നക്ഷത്രമാണ്, മൂന്നാമത് ഭരണി നക്ഷത്രം, നാലാമത് പൂരം നക്ഷത്രമാണ്, അഞ്ചാമത് ചതയൻ നക്ഷത്രമാണ്, ആറാമത് പൂയൻ നക്ഷത്രമാണ്, ഏഴാമത് പൂരാട നക്ഷത്രമാണ്, എട്ടാമത് തിരുവാതിര നക്ഷത്രമാണ്, ഒൻപതാമത് പൂരുരുട്ടാതി നക്ഷത്രമാണ്, പത്താമത് മൂലം നക്ഷത്രമാണ്. അപ്പൊ ഇങ്ങനെയുള്ള 10 നക്ഷത്രക്കാർ, 27 നക്ഷത്രങ്ങളുള്ളവര് ഈ പറഞ്ഞ 10 നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ശക്തി ഉള്ളതായിട്ട് നമുക്ക് പറയുന്നത്. ഇത് ഒരു വ്യക്തി നമുക്ക് പറഞ്ഞു തരുന്നൊന്നുമല്ല. പല ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിൽ നിന്നും പലരുടെ ജാതകങ്ങൾ ഗണിക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന അറിവനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതിന് 100% ഒരു കൃത്യത അല്ലെങ്കിൽ 100% ഒരു കൺഫർമേഷൻ നമുക്ക് വേണം എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജാതകമായിട്ട് നമ്മൾ ജ്യോതിഷനെ കൂടെ സമീപിക്കണം. ജാതകത്തിലും കൂടെ നമ്മൾ നോക്കിയിട്ട്, ജാതകത്തിലും ഈ വിഷ്ണുമായ സ്വാമി നമുക്ക് അനുകൂലത്തിലാണെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹത്തിന് നമ്മൾ ദുർവിനിയോഗം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എക്കാലവും നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ദേശത്തിനും നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിനും എല്ലാം ഭഗവാൻ ഐശ്വര്യമായിട്ട് നിൽക്കും, അനുഗ്രഹമായിട്ട് നിൽക്കും. നാൾക്ക് നാൾ ഉന്നതിയെ നമുക്ക് തരും. നമ്മളെ ആശ്രയിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാവും, നമ്മൾ ആശ്രയിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാവും. സർവ്വകാര്യങ്ങളും സിദ്ധി, ദുഷ്ടകാര്യസിദ്ധി നമുക്കുണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. ഇതിൽ വരും വരാഴികളും കൂടെ മനസ്സിലാക്കി നമ്മൾ ഉപാസന ഇറങ്ങുക. തീർച്ചയായിട്ടും എല്ലാവർക്കും എന്നും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.